ഈ കോക്രോച്ചുകളോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ജോലിയും കൂലിയും ഇല്ല. അപ്പൊ എങ്ങനെ പറഞ്ഞു എന്നുള്ള നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളൊക്കെ കോണ്ടെക്സ്റ്റ് എന്ന് പറയും കമ്മ്യൂണിക്കേഷൻ. ഇതിന് സന്ദർഭം, ഈ സന്ദർഭം നോക്കിയിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കണം. വളരെ പ്രധാനമാണ് കമ്മ്യൂണിക്കേഷനിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നേപ്പാളിൽ നടന്ന കലാപം, നേപ്പാളിൽ ജൻസി കലാപം. ആ ജൻസി കലാപം കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാട്ടുകാരൻ അവരുടെ നേതാവായിട്ട് ഉയർന്നു വന്നു. ആ സിംഗർ, ഒരു പോപ്പ് സിംഗർ, അയാൾ ഉയർന്നു വന്നിട്ട് അയാൾ കാഠ്മണ്ഡുവിലെ മേയറായി. ഇന്ന് അയാൾ പ്രധാനമന്ത്രിയാണ്. പ്രതിഷേധ പ്രകടനങ്ങളുടെ സമരാഗ്നിയിൽ ഡൽഹി കത്തിയാളുകയാണ്. പക്ഷെ അത് വേറൊരു തലത്തിലേക്ക് വന്നിട്ടില്ല. മനസ്സുകൾ കത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ ലോകം എന്ന് പറയുന്നത്, അവരുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗൂഗിളാണ്. റോബിൻജി നമസ്കാരം. നമസ്കാരം. പ്രതിഷേധങ്ങളോട് ഒരു ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്. ഇപ്പൊ CJP ഈ രീതിയിൽ വളർത്തിയതും കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണെന്ന് വിലയിരുത്തുന്നുണ്ട്. ആ വീഴ്ചേന്റെ അകത്ത് പറയുമ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ടും സംഭവിച്ച വീഴ്ച എന്താ? ഒരു കമ്മ്യൂണിക്കേഷൻ എററാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ കരുതേണ്ടി വരും. അതിനൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്, ഈ കലാപം ആവുന്നതിന് മുമ്പ് അറിയാമല്ലോ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. മെഡിക്കൽ എൻട്രൻസിൻ്റെ 20 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യയിൽ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. 20 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം കുട്ടികൾ മാത്രമല്ല, ആ 20 ലക്ഷം കുട്ടികളുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ പ്രതീക്ഷകൾ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തൊരു എൻ്റയർ വലിയൊരു വേൾഡാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, ഒരുപാട് സംഭാവനകൾ ചെയ്യേണ്ട, രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ ആളുകളുടെ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും അത് യഥാർത്ഥ രീതിയിലല്ല പോകുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നും ആണല്ലോ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത്. അപ്പം അതിനെ തുടർന്ന് കോടതിക്ക് മുമ്പേ സുപ്രീം കോടതിയുടെ മുന്നിൽ കേസ് വന്നു. ആ കേസ് വന്നപ്പോൾ ആ കേസിൻ്റെ സമയത്ത് ഒരു ജസ്റ്റിസ്, സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട കോടതി നടത്തിയ നിരീക്ഷണമുണ്ട്. ഈ കോക്രോച്ചുകളോടൊന്നും സംസാരിക്കാൻ ഞാനില്ല എന്ന് പറയുന്ന ആ കോക്രോച്ച് എന്ന ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഗൗതം, ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ അധിക്ഷേപിച്ചു. സിംഗിൾ വേർഡ്, ദ പവർ ഓഫ് വേർഡ്സ്. ഞാനിതിനെ പവർ ഓഫ് വേർഡ്സ് എന്നാ പറയുക. ലോകത്തെ മാറ്റി, എനിക്ക് അത് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഒരു ഇതുണ്ടാവുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. പവർ ഓഫ് വേർഡ്സ്. അത് നെഗറ്റീവായിട്ടുണ്ട്, പോസിറ്റീവായിട്ടുണ്ട്. ലോകത്തിന്റെ ഗതി മാറ്റാൻ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. എത്ര വേണമെങ്കിലും ഉദാഹരണമുണ്ട്. നിന്നോട് ക്ഷമിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനോടും ക്ഷമിക്കുക, അല്ലേ? ക്ഷമയെക്കുറിച്ച് പറഞ്ഞ ക്രിസ്തു, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ക്രിസ്തു. പവർ ഓഫ് വേർഡ്സ്. വേർഡിന് പവറില്ലേ? തീർച്ചയായിട്ടും. മുഹമ്മദ് പറഞ്ഞ വേർഡുകൾ, അല്ലേ? മുഹമ്മദ് എന്ന ജീവിത ചിട്ടകൾ, സാമ്പത്തിക പാഠങ്ങൾ, കൃഷ്ണന്റെ അഡ്വൈസ്, വേർഡുകളാണ് അല്ലേ? നമുക്ക് മുന്നിലുള്ള മഹാന്മാരായ മുഴുവൻ ടീച്ചേഴ്സും പറഞ്ഞിട്ടുള്ള അവരുടെ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത്, ആ വാക്കുകളുടെ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ഇവിടെ പോസിറ്റീവായിട്ട് നയിക്കപ്പെടേണ്ട ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ ഒരു പരാമർശം, അപക്വമായ പരാമർശം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ, നമ്മളെല്ലാ ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത്, അപക്വമായി നടത്തിയ ഒരു പരാമർശമെന്ന് തോന്നുന്ന രീതിയിൽ ഈ 20 ലക്ഷം കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും മുഴുവൻ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ഒരു വാക്ക്, കോക്രോച്ച് എന്ന വാക്ക്, പാറ്റകൾ എന്ന് വിളിച്ചു, കൂറകൾ, നമുക്ക് അങ്ങനെയാണ് ശരിയായ വാക്ക്, കൂറകൾ എന്ന് വിളിച്ചു. ആ കൂറകൾ എന്നുള്ള വിളി എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തത്? ഇന്നിപ്പം മാസം 2 കഴിഞ്ഞു. മാസം 2 കഴിയുമ്പോൾ ജൂണിൽ തുടങ്ങിയ ചെറിയൊരു കലാപം, അല്ലേ? അത് ഒരുപക്ഷെ ഇതൊന്നും ഒരുപക്ഷെ നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല അത് നടന്നത്. പക്ഷെ അത് കൈവിട്ടുപോയി. പ്രതിഷേധ പ്രകടനങ്ങളുടെ സമരാഗ്നിയിൽ ഡൽഹി കത്തിയാളുകയാണ്. ഒരുപക്ഷെ അത് വേറൊരു തലത്തിലേക്ക് വന്നിട്ടില്ല. മനസ്സുകൾ കത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുട്ടികളെ അടിച്ചോടിക്കാൻ പ്രതിഷേധിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികളെ നേരിടാനുള്ള വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷ കക്ഷികളൊക്കെ വന്ന് കക്ഷി ചേർന്നിരിക്കുന്നു. അത് വേറൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഒരൊറ്റ വേട് വരുത്തിയ മാറ്റമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഇതിനെ നിരീക്ഷിക്കേണ്ടത്, ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിന് ആരെങ്കിലും ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ വലിയ വിഷയവും തന്നെയാണ്. പക്ഷേ ചെറിയൊരു വാക്കിന്റെ പിഴവിൽ നിന്ന് രൂപപ്പെട്ട ഒരു
ഗ്രൂപ്പാണ് ഇവര്. അവർ വാക്കിന്റെ പിഴവിൽ നിന്ന് രൂപപ്പെട്ട ഏതാണ്ട് 20 മില്യണോളം വരുന്ന ആളുകളാണ്, 2 കോടിയോളം വരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. ഒരു നിയതമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CJP എന്ന് പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ അതിന്റെ പേര്. അപ്പൊ അതിന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മാനദണ്ഡമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അത്രത്തോളം അതിന് സാങ്കത്യമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു കൂട്ടായ്മയായിട്ട് വളർന്നിരിക്കുന്നു ലോകത്തെല്ലായിടത്തും. നിങ്ങൾ നോക്കൂ, നേപ്പാളിൽ നടന്ന കലാപം, ജൻസി കലാപം. ആ ജൻസി കലാപം കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാട്ടുകാരൻ അവരുടെ നേതാവായിട്ട് ഉയർന്നു വന്നു. ആ സിംഗർ, ഒരു പോപ്പ് സിംഗർ, അയാൾ ഉയർന്നു വന്നിട്ട് അയാൾ കാഠ്മണ്ഡുവിലെ മേയറായി. ഇന്ന് അയാൾ പ്രധാനമന്ത്രിയാണ്. ഇന്ന് അയാൾ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാണ്. എല്ലാ ലോകമെമ്പാടും ഈ ജൻസി കലാപങ്ങൾ നടക്കുന്നുണ്ട്. US-ലെ ജൻസി കലാപം വൻതോതിൽ നടക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ചില കലാപങ്ങളുണ്ട്. അതല്ലാതെ തന്നെ സ്വയം ആഹ്വാനം ചെയ്തുകൊണ്ട് വരുന്ന ഈ യങ്സ്റ്റേഴ്സിന്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ ലോകം എന്ന് പറയുന്നത്, അവരുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗൂഗിളാണ്. നമ്മൾ വളർന്നു വന്ന, എനിക്ക് ഗൗതം എന്നെക്കാളും കുറച്ചുകൂടെ പ്രായം കുറവുള്ള ഒരാളാണ്. അപ്പൊ ഗൗതം 2 സ്ഥലത്തും ഉണ്ടാവും അല്ലേ? അവിടെ നിന്ന് മൊബൈലിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആ ഒരു സമയവും ഈ ജൻസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇത് രണ്ടും കണ്ടുകൊണ്ടുള്ള ഒരാളാണ്. അപ്പൊ അവരെ സ്വാധീനിക്കുന്നത് കാട്ടുതീ പോലെയാണ് അവരെ ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിലെ ആഹ്വാനങ്ങൾ അവരെ നിയന്ത്രിക്കുന്നത്. അവരെവിടുന്നാണ് വരുന്നത്? യങ്സ്റ്റേഴ്സ് അല്ലേ, അവർ യുവത്വങ്ങളാണ്, ചെറിയ കുട്ടികളാണ്. അവർക്ക് എന്തിനും ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യവും മുൻകൂട്ടി ആലോചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പവർ ഓഫ് വേർഡ്സിന്റെ കാര്യം പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? വാക്കുകളുടെ ശരിയായ ഉപയോഗത്തിന്റെ കുറവ് കൊണ്ടല്ലേ? ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ വേറൊരാളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പിഴവ് റിലേഷൻഷിപ്പിലും മറ്റു പല രീതിയിലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. വലിയ അപകടം. അതിലാണ് ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നത്. കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയുമ്പോൾ 55% ശരീരഭാഷ എന്ന് പറയുക, ബാക്കി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 38%. അങ്ങനെ 93% വരുന്ന കമ്മ്യൂണിക്കേഷനിലെ ബാക്കി 7% ഈ വാക്കുകൾ, വേർഡ് എന്ന് പറയുന്നത്. ഈ വാക്കുകളുടെ ശക്തിയാണ്. പക്ഷെ ആ വാക്കിന് എന്തൊരു ശക്തിയാണ്! വിവേകാനന്ദ സ്വാമികൾ പറയും വാക്കിനെന്തൊരു ശക്തി എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കണ്ടിട്ടില്ലേ? ചിക്കാഗോ പ്രസംഗം, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ആ വാക്കുകൾ എങ്ങനെയാണ് അമേരിക്കയെ ധരിപ്പിച്ചത് അല്ലേ? സാധാരണ പറയുന്ന പോലൊരു വാക്കല്ലേ, പക്ഷെ അവിടെ പോയിട്ട് അമേരിക്കൻസിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറയുകയാണ്, ഒരു ഇന്ത്യൻ സന്യാസി. അതായത് വാക്കുകൾ കുറേയധികം എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. വാക്കുകൾ അതിൽ പവർ ക്യാരി ചെയ്യുന്നുണ്ട്. വാക്കില്ല ആശയം, ഇമോഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. വെറുതെ പറയുന്ന ഒരു വാക്കും അതിൽ ഇമോഷൻ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാക്കും തമ്മിൽ വ്യത്യാസം. ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നതും അതിന് നമുക്ക് 5-6 തരത്തിൽ പറയാം. ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നതും, ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നതും, ഞാൻ നന്നായിട്ട് ഉറങ്ങി കേട്ടോ എന്ന് പറയുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ അർത്ഥം മാറിയിട്ടില്ലേ? ഒരേ കാര്യമാണ്. കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന ഒരു പ്രധാന പാഠമുണ്ട്. കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇപ്പം ജപ്പാനിലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു സാധാരണ ഒരു ക്ലർക്ക്, അവിടെ വീക്കെൻഡിലൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ക്ലർക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അയാൾ ശമ്പളം ചോദിച്ചിട്ട് അന്ന് അവിടെ ഏതോ സെക്ഷനിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല, കിട്ടിയില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ തനിയെ സംസാരിച്ച് പോവുകയാണ്. ബാങ്കാണത്രേ, ബാങ്ക്. ഒരു ക്ലർക്കിന് പോലും ശമ്പളം കൊടുക്കാനില്ലാത്ത ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇയാൾ പിറുപിറുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ വെള്ളം പമ്പ് ചെയ്തിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഒരു സാധാരണക്കാരി, ഒരു കുടുംബസ്ഥ. അവരിങ്ങനെ കേട്ടു. അവർ വീട്ടിൽ വൈകുന്നേരം ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ ആ ബാങ്കിൽ എന്തോ വലിയ കുഴപ്പമുണ്ട്. ഇയാൾ വൈകുന്നേരം ഒരു ക്ലബിൽ പോയിരുന്ന സുഹൃത്തുക്കളോടൊപ്പം 2 എണ്ണമൊക്കെ വീശി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, വേണം നിന്റെ പൈസ ആ ബാങ്കിലല്ലേ ഡെപ്പോസിറ്റ് ഉള്ളത്? ആരോ ഉണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട്. അയാളോട് പറഞ്ഞേക്കൂട്ടോ, ആ സാധനം പെട്ടെന്ന് പിൻവലിച്ചോളാൻ, ചില കുഴപ്പങ്ങൾ വരാൻ പോവാണ്, ആ ബാങ്ക് പൊട്ടാൻ വല്ല സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു, ചരിത്രമാണ്. ഏതാനും കുറഞ്ഞ നാളുകൾ കൊണ്ട് ആ വലിയ നാഷണലൈസ്ഡ് ബാങ്ക് തകർന്ന് തരിപ്പണമായി. എവിടെ നിന്നാണ്? വേർഡ്, ഒരു വാക്ക്, പവർ ഓഫ് വേർഡ്. ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇല്ല എന്നോ ഉണ്ട് എന്നോ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, പറ്റില്ല എന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, സ്നേഹത്തോടെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ,
അല്ലെങ്കിൽ എനിക്കതിന് കഴിയുമെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊരു വാക്കെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലേ, അതെ. ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നാ പറയും. അപ്പൊ ആ ഒരു വാക്കിന്റെ അഭാവം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളാണ്, എത്രയോ വ്യക്തിബന്ധങ്ങളാണ് തകർന്ന് തരിപ്പണമായി പോകുന്നത്. അതായത് ഒരു വാക്കുകൊണ്ട് നമ്മൾക്ക് ഒരാളെ മുറിവ് ഉണക്കുകയും ചെയ്യാം, മുറിവ് ഏൽപ്പിക്കുകയും ചെയ്യാം. മുറി ഏൽപ്പിക്കുകയും ചെയ്യാം. തൈലം പൂശുന്നത് പോലെ അല്ല, ആഴത്തിലുള്ള ഇമോഷൻ കൊണ്ട് നമുക്ക് ആഴത്തിലുള്ള ഏത് മുറിവും, ഹൃദയത്തിൻ്റെ ഏത് മുറിവും നമുക്ക് ഉണക്കാൻ കഴിയും വാക്കുകൾ കൊണ്ട്. വാക്കുകൾ കൊണ്ട് ഉണക്കാൻ കഴിയും. വാക്കുകളാണ് നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഏറ്റവും ചെറിയ പ്രസംഗം എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയാണ്. ചർച്ചിൽ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചർച്ചിൽ പറഞ്ഞതെന്നറിയാം, പട്ടാളക്കാർ എന്ത് വേണമെന്ന് കൺഫ്യൂഷൻ നിൽക്കുന്ന തൻ്റെ സോൾജേഴ്സിനോട് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും 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 തോറ്റു പിന്മാറരുത്. നെവർ 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 ഗീവ് അപ്പ്. മൂന്ന് വേർഡേ പറഞ്ഞിട്ടുണ്ട്. പവർഫുള്ളാണ്. ഇവിടുന്ന് കയറുകയാണ്, വിജയിക്കാനായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ ചരിത്രത്തിലുടനീളം ഈ വാക്കുകളുടെ അസാമാന്യമായ പ്രയോഗം കാണാം. ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസംഗം, അലബാമയിൽ നിന്ന് വന്നവരും ന്യൂയോർക്കിൽ നിന്ന് വന്നവർക്കും അമേരിക്കയുടെ എല്ലാ ഭാഗത്തു നിന്ന് വന്ന എല്ലാ മനുഷ്യരും, ഏതാണ്ട് 1,00,000-ഓളം ആളുകളോട് അദ്ദേഹം സംസാരിച്ചത് അവസാനിക്കാൻ പോവുകയാണ്. ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നമുണ്ടെന്നാണ്. എന്താ സ്വപ്നം? ഐ ഹാവ് എ ഡ്രീം. വളരെ പ്രശസ്തമല്ലേ? എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താ? അമേരിക്കൻസിന്റെ സ്വപ്നമാണ്. ആ വാക്കുകളിലൂടെയാണ് പ്രചോദിപ്പിച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ മറ്റു നേതാക്കൾ, നമ്മുടെ ആൾക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലേ? വി ഡി സതീശൻ അതിന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം വാക്കുകൾ വളരെ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ, പക്ഷെ വളരെ ഷാർപ്പാണ്, അല്ലേ? പറയുന്ന അദ്ദേഹം എഴുതി തയ്യാറാക്കുന്നതിന് യാതൊരു തകരാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇമോഷണലി വാക്കുകൾ കൊണ്ട് വലിയ പ്രപഞ്ചങ്ങൾ, ചിത്രശലഭങ്ങൾ പറത്തുന്നത് പോലെ വിഷ്വൽ ട്രീറ്റ് നടത്തുന്ന ആളുകളുണ്ട്. ആളുകളെ ത്രസിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ വാക്കുകൾ കൊണ്ട് ലോകത്തെ നയിക്കുന്നവരാണ്. ഇപ്പൊ ഹിറ്റ്ലറെ നോക്കൂ. ഹിറ്റ്ലറുടെ ശരീരഭാഷ എന്ന് പറയുന്നത് അടഞ്ഞ ശരീരഭാഷയാണ്. കൈകളൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട്, നമുക്ക് കേരളത്തിലെ ചില നേതാക്കൾക്ക് ഓർമ്മ വരുന്നുണ്ട്, കൈകളൊക്കെ എപ്പോഴും ചുരുട്ടി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ചുരുട്ടി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന അടഞ്ഞ ശരീരഭാഷയുള്ള ആളുകൾ. അപ്പൊ ഈ അടഞ്ഞ ശരീരഭാഷയുള്ള ഹിറ്റ്ലറുടെ പ്രസംഗമൊക്കെ കണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ടാ സംസാരിക്കുക. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങളെടുത്ത് വീഡിയോ നോക്കിയാൽ അറിയാം, കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് വാക്കുകളെ തീയുണ്ടയാക്കിയ ഹിറ്റ്ലർ. അപ്പം അവര് നെഗറ്റീവായിട്ടുള്ള അതീശത്വത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പൊ തുറന്ന ശരീരഭാഷയിലൂടെ, തുറന്ന സമീപനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ ഒരുപക്ഷെ നമ്മുടെ ഈ ബഹുമാന്യനായ ഈ ഒരു ന്യായാധിപന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ജസ്റ്റിസ് സൂര്യകാന്ത്, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അത് ഏത് സാഹചര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെ ആയാലും അത് ഉണ്ടാക്കി ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കൂ. 20 ലക്ഷം കുടുംബങ്ങളെ അത് മുറിവേൽപ്പിച്ചു, അല്ലെ? 20 ലക്ഷം മനുഷ്യരെ, അതും യങ്സ്റ്റേഴ്സിനെ മുറിവേൽപ്പിച്ചു. അവരുടെ സ്വപ്നങ്ങളെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ്, ഒരു സർജറി ചെയ്യുന്നത് പോലെ, അല്ലെ? സർജിക്കൽ കത്തി ഉപയോഗിക്കുന്നത് പോലെയാണ് അവരുടെ മനസ്സിനെ അത് കീറി മുറിച്ചത്. അത് ഉണക്കണമെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. കുറെ പേര് മരിച്ചില്ലേ? തീർച്ചയായും, അല്ലേ? അതിന് ഉണക്കണമെങ്കിൽ ഇപ്പോൾ ഉണക്കാൻ പറ്റും? അത് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്? ഒരുപക്ഷെ അടിച്ചമർത്തപ്പെടുവോ കലാപം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടുവോ? നന്നായി പരിഹരിക്കപ്പെടട്ടെ, കോംപ്രമൈസ് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ വലിയ പ്രാധാന്യമുണ്ട്. പരസ്പരം സംസാരിക്കാതെ ബലം പിടിച്ചു നിൽക്കുന്ന ഭരണകൂടം, അല്ലേ? ഈഗോയുടെ പേരിൽ ഞങ്ങൾ തോറ്റുപോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തോറ്റുപോവുകയല്ല ചെയ്യുക, അതിൽ കൃത്യമായി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം അത് ഒരു നെഗോസിയേഷൻ, ഒരു സ്ട്രെച്ചിങ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് കേൾക്കുക എന്നുള്ളത് പറയാം. എക്സാക്ട്ലി. അവർ കേൾക്കാൻ, അത് ഭരണകൂടം ഞങ്ങളെ കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ കുട്ടികൾ പറയുമ്പോൾ, ആ നേതാക്കൾ പറയുമ്പോൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പം അവർക്ക് വേണ്ടി ഒരു ആക്ടിവിസ്റ്റ് ഇറങ്ങി നിരാഹാരം നടത്തി, അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നു. അപ്പൊ ആ വന്നിട്ട് പോലും അതിനെപ്പോലും അവർ നിരാകരിച്ചുകൊണ്ട് അതിലേക്ക് പ്രതിപക്ഷം കക്ഷി ചേർന്നിരിക്കുന്നു, മറ്റു പല കക്ഷികളും വരുന്നു, ഇനി പലരും വരാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ പൊളിറ്റിക്സ് ചിലപ്പോൾ മാറിയേക്കാം, അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു പൊളിറ്റിക്കൽ കക്ഷിയായിട്ടൊക്കെ വരുമോ വരില്ല എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അപ്പോൾ രാജ്യത്തിന് ഒരുപാട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഭരണാധികാരികളൊക്കെ അവരുടെ ഈ സംയമനം കൊണ്ടും അവരുടെ വാക്കുകളുടെ ഉപയോഗം കൊണ്ടും ബലപ്പെടുത്തും കൊണ്ടും ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ അവർക്കൊക്കെ ഒത്തിരി വലിയ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം
എന്താണ് സൂചി കൊണ്ട് പരിഹരിക്കേണ്ടത് പിന്നെ തൂമ്പ കൊണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുന്നത് നമ്മൾ നാട്ടു പഴമൊഴി പറയും. ആ അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതും ഒക്കെ വേണ്ടത്, നമ്മുടെ നേതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതൊക്കെ നല്ല രീതിയിൽ പെരുമാറാനും ആളുകളോടൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിക്കാനും അല്ലേ, നല്ല കമ്മ്യൂണിക്കേഷൻ വളർത്താനും, പരുക്കൻ ഭാഷയിൽ നിന്ന് പരുക്കൻ ഭാവങ്ങൾ വിട്ടുകൊണ്ട് കുറച്ചുകൂടെ അസേർട്ടീവ് ആയിട്ടുള്ള നേച്ചറിലൊക്കെ ആളുകളെ കേൾക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ. കാരണം വാക്കുകൾ ഇമോഷൻസും എനർജിയും ക്യാരി ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ കുറേയധികം പ്രതിധ്വനികളാണ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് പ്രതിനിധി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ നമുക്കൊരാളോട് തോന്നുന്ന ഇഷ്ടം അല്ലെങ്കിൽ നമുക്കൊരാളോട് നമ്മൾ കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്, ഇത് അദ്ദേഹം നമ്മളോട് എന്ത് വാക്കാണ് ഉപയോഗിച്ചത് അതനുസരിച്ചിരിക്കും. അതെ 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 നമ്മൾ എങ്ങനെയാണ് പറയുന്നു എന്നുള്ളതാണ്, എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഇപ്പം ജസ്റ്റിസ് പറഞ്ഞത് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. കോക്രോച്ച് എന്ന് പറയുന്നത് തമാശയായിട്ട് ഈവന്മാർ ഈ കോക്രോച്ചുകൾ എന്ന് പറയുന്നതല്ല, ഈ കോക്രോച്ചുകളോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ജോലിയും കൂലിയും ഇല്ലാത്ത അപ്പൊ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ നിന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വേറെ ആയിരിക്കും. നമ്മൾ ചുറ്റും കാണുന്ന ആളുകളൊക്കെ കോണ്ടക്സ്റ്റ് എന്ന് പറയും കമ്മ്യൂണിക്കേഷൻ, ഇതിന് സന്ദർഭം. ഈ സന്ദർഭം നോക്കിയിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കണം. വളരെ പ്രധാനമാണ് കമ്മ്യൂണിക്കേഷനിൽ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. ഏത് സന്ദർഭത്തിൽ നിന്ന് സംസാരിക്കണം എന്ന് നമ്മൾ വിവേകത്തോടുകൂടി തീരുമാനിക്കണം. ഈ സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? കാര്യം നമ്മൾ റോബിൻസൺ ക്രൂസോയുടെ ഐലൻഡിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് വലിയൊരു സൊസൈറ്റിയിലല്ലേ, 140 കോടി ജനങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റാത്ത വിധം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളല്ലേ, വളരെ വ്യത്യസ്തമായ എല്ലാവരും ഓരോ ആശയങ്ങളുള്ള ആളുകൾ, എല്ലാവരും പരസ്പരം ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുക ആശയങ്ങൾ കൊണ്ട്. അവരെല്ലാവരും ഓരോ തുരുത്തുകളാണ്. പക്ഷെ അവരെല്ലാവരും ഈ അശ്രദ്ധമായി ഉപയോഗിച്ചൊരു വാക്കിൻ്റെ പേരിൽ അവരെ ഒന്നിക്കുന്നു എന്ന് പറയുന്നത്, ഒരുമിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്, വലിയൊരു പോരായ്മയാണ്. അതിനെ നമ്മളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രമൊന്നും കാണണ്ട. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം പ്രതിഷേധാർഹമാണ് എന്നുള്ളത് സത്യം. പക്ഷെ ആ പ്രതിഷേധങ്ങൾ ഉയരുന്നിടത്ത്, അത് സാന്ദർഭികമായി ഉയരുന്നിടത്ത് കാലത്തിന് അനുസരിച്ച് അത് വരിക തന്നെ ചെയ്യും അല്ലേ, നമുക്കത് തടയാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ഈ അത്രമാത്രം ബോധവാന്മാരായിരിക്കണം, അല്ലെങ്കിൽ അത്രമാത്രം കൺട്രോൾഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഇത്ര കൃത്യമായിട്ടുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരാളെ അത് മുറിവായിപ്പിക്കാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം. എൻ്റെ വാക്കുകൾ എങ്ങനെയായിരിക്കണം മറ്റുള്ളവർക്ക് കർണാനന്ദകരമാവുന്നത്? എല്ലാവരോടും അങ്ങനെ നമുക്ക് ആനന്ദകരമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ ആ ചിരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ നമ്മൾ പഠിക്കണം. ഇതാണ് എൻ്റെ കാര്യം. അസേർട്ടീവായിട്ടുള്ളൊരു അവസ്ഥ അത്. അഗ്രസീവായിട്ടുള്ളതും പാസീവായിട്ടുള്ള നേച്ചറിൽ നിന്നും ഒന്നും മിണ്ടാതിരിക്കുക, അടിമയെപ്പോലെ ഒന്നും സംസാരിക്കുക, ഓ ആയിക്കോട്ടെ റാൻ, അങ്ങനെയല്ല. അഗ്രസീവായിട്ടുള്ള ഞാൻ പറയുന്നത് നീ കേൾക്കും എന്ന് പറയുന്ന അവസ്ഥയുമല്ല. അസേർട്ടീവായിട്ടുള്ള ശൈലി വേണം. നമ്മൾ കേൾക്കുമ്പോൾ നീ പറയുന്നതും ശരിയാണ്, ഞാൻ പറയുന്നതും ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതും നീ പറയുന്നതും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്ന, ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഒരു എഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിപ്പിക്കാം എന്ന് പറയുന്ന ഒരു നെഗോഷിയേഷൻ ഇവിടെ നടക്കണം. ആ നെഗോസിയേഷൻ വളരെ വിദഗ്ധമായി ഇവിടെ നടന്നാൽ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ, ഇപ്പം നടക്കുന്ന ഈ കലാപം കൃത്യമായി അവസാനിക്കുകയുള്ളൂ. അതിന് പറ്റിയ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ ഉണ്ട്. ആ ആളുകളൊക്കെ അതിനുവേണ്ടി മുൻകൈ എടുക്കാത്തതാണ് കുഴപ്പം. അപ്പോൾ അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവാമായിരിക്കും. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു വാക്കുകൊണ്ട് ഉണ്ടായ ഈ കലാപത്തിന് ഒരു വാക്കുകൊണ്ട് ഇതിനെ തണുപ്പിക്കാൻ പറ്റും. കൃത്യമായൊരു വാക്കിന് പറയേണ്ട ആൾ കൃത്യമായി പറഞ്ഞാൽ അത് തണുക്കും. ക്ഷമ പരിശോധിക്കാം. ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചത് മുഴുവൻ വേസ്റ്റായി പോകും. ക്ഷമയുടെ ശക്തി എന്ന് പറയുന്നത് പവർ ഓഫ് ഫോർഗീവ്നെസ്, അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എന്നോട് അവനവൻ്റെ ഒരു തെറ്റ് പറ്റി, ഭരണകൂടത്തിന് തെറ്റ് പറ്റാം അല്ലേ. നമ്മളെ മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ഇപ്പോൾ അടുത്ത് ഞാൻ കേട്ടു, അത് എൻ്റെ തെറ്റാണ്, അങ്ങനെ സംഭവിച്ചത് എൻ്റെ തെറ്റാണ്. അവിടെ അവസാനിച്ചു ആ ഡിസ്കഷൻ അല്ലേ. അപ്പം അത് പറയാനുള്ള ധീരത, എൻ്റെ തെറ്റാണ്, ഈ ഞങ്ങളുടെ ഭരണകൂടത്തിന്റെ തെറ്റാണെന്ന് നമ്മൾ പറയാനുള്ള ധീരത വലിയ ധീരതയാണത്. പിന്നെ അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെതിരെ വന്ന വിമർശനങ്ങൾ, ഇത്രയും നാൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, ഇതിനൊക്കെ ഞാൻ ആസ്വദിക്കുകയായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു അദ്ദേഹം. അങ്ങനെ പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് പരിശോധിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ്. ആ ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാനത് പഠിക്കുകയായിരുന്നു. എനിക്കെതിരായി വന്ന ആരോപണങ്ങളൊക്കെ എന്താണ് അങ്ങനെ ആരോപണങ്ങൾ വന്നത്, ഞാൻ എവിടെയെങ്കിലും തിരുത്താനുണ്ടോ
എനിക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തോടോട്ട്. അദ്ദേഹം വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. വളരെ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് കൃത്യമായി വിഷനോട് കൂടി പോകുന്ന ഒരു വിഷണറി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. അങ്ങനത്തെ ആളുകളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും അത്ര മോശക്കാരനൊന്നുമല്ല. ഞാൻ അതിന്റെ രാഷ്ട്രീയം ഒന്നും പറയല്ല. ലോകത്തിന് മുന്നിൽ നമുക്കൊരു വിലയുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒറേറ്റർ സ്കിൽ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അടിയിൽ ചിലപ്പോൾ വലിയ കമന്റുകളൊക്കെ വരും. അത് അവരുടെ രാഷ്ട്രീയം. ഞാൻ അതിനെക്കുറിച്ചല്ല. എനിക്കും അതിന് നേരെ വിപരീതമായ ഒരു രാഷ്ട്രീയം എനിക്കുണ്ട്. ഇപ്പൊ ഈ പറയുന്നതിനോട് അനുകൂലമല്ലാത്തൊരു രാഷ്ട്രീയം എനിക്കുണ്ട്. ഞാൻ വ്യക്തിയെ ആണ് പറയുന്നത്. ആ വ്യക്തിയുടെ കഴിവുകളാണ് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, അല്ലെ? നിങ്ങളുടെയും എൻ്റെയൊക്കെ നമ്മളൊക്കെ രണ്ട് രാഷ്ട്രീയമായിരിക്കാം, ഒരേ രാഷ്ട്രീയമായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ആ ഉത്തരവാദിത്വം നമ്മുടെ നേതാക്കൾക്കൊക്കെ ഉണ്ടാവണം. നമ്മുടെ നേതാക്കളൊക്കെ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ അതെങ്ങനെ സ്നേഹത്തോടെ അത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മുറിവേൽപ്പിക്കാം. ഇല്ലല്ല, റിജക്റ്റ് ചെയ്യപ്പെടാം. ഒരു നോട്ടം കൊണ്ട് പോലും ഒരു അണിയെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. അവരെ സ്നേഹത്തോടെ കൂടെ നിർത്താനുള്ള മുൻ മാതൃകകൾ ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ട്. സഖാവ് ഇ കെ നായനാർ, ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ, കെ എം മാണിയെ പോലുള്ള ആളുകൾ, കരുണാകരനെ പോലുള്ള ആളുകൾ, എ കെ ജിയെ പോലുള്ള ആളുകൾ, എത്ര വലിയ മഹാന്മാരായ മനുഷ്യന്മാർ, ഇല്ലേ? എത്ര മനുഷ്യന്മാർ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ചേർത്ത് നിർത്തിയവരെ പോലെ നമുക്ക് ആകാൻ പറ്റും, മുൻ മാതൃകകൾ. അപ്പോൾ വാക്കുകൊണ്ട് അവരെ മുറിവേൽപ്പിക്കരുത്. വാക്കുകൊണ്ട് അവരെ മാത്രമല്ല, നേതാക്കൾ അണികളെ മുറിവേൽപ്പിക്കരുത്. നമ്മുടെ മനുഷ്യർ സുഹൃത്തുക്കളെ മുറിവേൽപ്പിക്കരുത്. സുഹൃത്തുക്കളെ മുറിവേൽപ്പിക്കരുത്. കുടുംബാംഗങ്ങൾ, ഗൃഹനാഥയോ കുട്ടികളെയോ മുറിവേൽപ്പിക്കരുത്. ചുറ്റുമുള്ളതിനെ മുറിവേൽപ്പിക്കാതെ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ബൈബിളും ഖുറാനും ഒക്കെ പറയുന്നുണ്ട്, നിന്റെ വാക്കുകളെ, ഗീതയൊക്കെ പറയുന്നുണ്ട്, വാക്കുകളെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലേ? അതൊരു ഗണ്ണാണ്. ട്രിഗർ ചെയ്താണ്ടല്ലോ ഒരു രക്ഷയില്ല. ട്രിഗർ ചെയ്താൽ അത് നേരെ തിരിച്ചു വരും. ബൂമറാങ് പോലെ നമുക്ക് നേരെ തിരിച്ചു വരുന്ന ഒന്നാണ് വാക്കുകൾ. വാക്കുകളെ തീയുണ്ടകളാക്കുന്നതിന് മുമ്പ്, വാക്കുകളെ തീമഴ പെയ്യ്ക്കുന്നതിന് മുമ്പ് വാക്കുകൾ കൊണ്ട് പൂമഴ പെയ്യിക്കാൻ നമുക്ക് കഴിയണം.